നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കുറി തേനി മേഖലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ടിവിക്ക് പിടിച്ചെടുത്തു. ആ മേഖലയിലെ പ്രചരണവേളയിൽ വിജയുടെ അതിശക്തമായ പ്രഖ്യാപനം, മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം നമ്മൾ കൂട്ടും. മുല്ലപ്പെരിയാർ ഡാമിന്റെ പേരിൽ സമരം നടത്തിയിരുന്ന കർഷക സംഘടനകളെ വിജയ് തന്റെ പ്രചരണങ്ങളിൽ ആകർഷിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം കൂട്ടുമെന്ന വിജയുടെ പ്രഖ്യാപനം. തുടർന്നാണ് തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിയുടെ തുടർ പ്രഖ്യാപനം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം കൂട്ടും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം 152 അടിയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വിജയുടെ പ്രഖ്യാപനം. മുല്ലപ്പെരിയാർ ഡാമിനെ തൊട്ടു. ഇതോടെ കേരളത്തിലെ ജനങ്ങൾ ഇളകി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ചെകുത്താനും കടലിനുമിടയിലാണ്. കേരളത്തിൽ നിന്ന് ഉയരുന്നത് അതിശക്തമായ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ. എന്നാൽ ചതിവിലൂടെ വീണ്ടും തമിഴ്നാട് സർക്കാർ തങ്ങൾക്കനുകൂലമായ ഒരു നിലപാടിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. തമിഴ്നാട്ടിലെ ജലസേചന ആവശ്യങ്ങൾക്കായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. തേനി ജില്ലയിലെ കമ്പം താഴ്വരയിലെ 1ാം ഘട്ട നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളമാണ് അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടുന്നത്. 14,707 ഏക്കർ കൃഷിയിടങ്ങൾക്കായി സെക്കൻഡിൽ 200 ഘനയടി വീതം 120 ദിവസത്തേക്കാണ് വെള്ളം നൽകുക. സാധാരണയായി ജൂൺ 1-ാം തീയതി മുതലാണ് തമിഴ്നാടിന്റെ കാർഷിക ആവശ്യങ്ങൾക്കായി മുല്ലപ്പെരിയാർ ഡാം തുറന്നു കൊടുക്കുന്നത്. എന്നാൽ ഇത്തവണ മഴയുടെ കുറവ് മൂലമാണ് വെള്ളം തുറന്നുവിടുന്നത് വൈകിയത്. കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിന് പുറമെ മധുരൈ കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി സെക്കൻഡിൽ 50 ഘനയടി വെള്ളം കൂടി തുറന്നുവിടാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. ഇപ്പോഴിതാ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക നീക്കം പുറത്തുവരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായുള്ള വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ടി.കെ. ശിവരാജനെ തമിഴ്നാട് സർക്കാർ തങ്ങളുടെ വിദഗ്ധ സമിതിയിൽ അംഗമായി നിയോഗിച്ചു. തമിഴ്നാട്ടിലെ അണക്കെട്ടുകളുടെ സുരക്ഷാ പരിശോധനയ്ക്കായുള്ള സമിതിയിലെ വിദഗ്ധ അംഗമായാണ് ശിവരാജന് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയറായിരുന്ന ടി.കെ. ശിവരാജന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ നിർണായക ചുമതലകളുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിലപാടുകളും സുരക്ഷ സംബന്ധിച്ച വാദങ്ങളും വിശദമായി അറിയുന്ന വ്യക്തിയാണ് ടി.കെ. ശിവരാജൻ. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം തമിഴ്നാട് സർക്കാരിൻ്റെ അണക്കെട്ട് സുരക്ഷാ പരിശോധന സമിതിയിൽ വിദഗ്ധ അംഗമായി എത്തുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം കൂട്ടും എന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട്. ഇത്തരമൊരു ആവശ്യം സുപ്രീം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ടി.കെ. ശിവരാജന് തമിഴ്നാട് സർക്കാരിനെ രക്ഷിക്കാൻ ആവശ്യമായ പല വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടാവാം. ഒരു വശത്ത് തമിഴ്നാട്ടിലെ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളമൊഴുക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ മറുവശത്ത് അണക്കെട്ടിൻ്റെ സുരക്ഷ സംബന്ധിച്ച നിർണായക ചർച്ചകൾ. ഇതിൽ കേരളത്തിൻ്റെ ആശങ്കയാണ് ഏറ്റവും വലുത്. കേരളത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി അടുത്തറിയാവുന്ന വിദഗ്ധൻ ഇപ്പോൾ തമിഴ്നാട് സമിതിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കേരളത്തെ തീർച്ചയായും പ്രതികൂല അവസ്ഥയിലെത്തിക്കും. വിദഗ്ധ സമിതിയിലെ പുതിയ നിയമനം ഒട്ടേറെ സംശയങ്ങൾക്കിടവരുത്തുന്നു. ടി.കെ. ശിവരാജനെ തമിഴ്നാട് അടിച്ചെടുത്തുകൊണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുമായി എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കിയോ? ഈ വിഷയമാണ് ഏറ്റവും വലിയ സംശയങ്ങൾക്കിടവരുത്തുന്നത്. മുൻപ് ജയലളിതയുടെ കാലത്ത് തമിഴ്നാട് കേരള രാഷ്ട്രീയ നേതാക്കളുമായി ചില രഹസ്യധാരണകളിലെത്തിയിരുന്നു എന്ന വാർത്ത ശക്തമായിരുന്നു. സമാനമായ ഏതെങ്കിലും സാഹചര്യങ്ങളിലേക്ക് കേരളത്തെ എത്തിച്ചാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വലിയ പൊട്ടിത്തെറികളുണ്ടാകും. 2025 അന്ന് സുപ്രീം കോടതിയിൽ കേരളത്തിന് പ്രതികൂലമായ ഒരു വിധി പുറത്തുവന്നു. 142 അടിയായി മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അന്ന് വാദങ്ങൾ ഉയർത്തി ഖണ്ഡിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അതിശക്തമായ ആശങ്ക കേരളം പങ്കുവച്ചപ്പോൾ തൽക്കാലത്തേക്ക് 136 അടിയായി നിജപ്പെടുത്തുകയായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം 152 അടിയായി ഉയർത്തുമെന്നാണ് വിജയുടെ പ്രഖ്യാപനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് ഉയർത്തിയ 2 മുദ്രാവാക്യങ്ങളിലൊന്ന് മുല്ലപ്പെരിയാർ വിഷയം തന്നെ. കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വിജയ് പ്രകടന പത്രികയിൽ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കർണാടക സർക്കാരും ഡി.കെ. ശിവകുമാറും കട്ടയ്ക്ക് നിൽക്കുന്നതോടെ കാവേരി നദീജല ഇടപാടിൽ തമിഴ്നാട് സർക്കാർ പിന്നോക്കം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു.
മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ജലനിരപ്പ് ഉയർത്തും എന്ന വിജയിയുടെ പ്രഖ്യാപനം തിരുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. കേരള ജലസേചന മന്ത്രി മോൻസ് ജോസഫ് അതിശക്തമായ പ്രതിഷേധം തമിഴ്നാടിനെ അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്നതാണ് എക്കാലത്തെയും കേരളത്തിൻ്റെ ആവശ്യം. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നതാണ് കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. 142 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ ആർക്കും അവകാശമില്ല എന്നതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക നിലപാട്. ഇക്കാര്യം തമിഴ്നാട് സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് മോൻസ് ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞു. തമിഴ്നാട് സർക്കാർ എടുത്ത തീരുമാനം അവിടെ വെക്കാനേ സാധിക്കൂ എന്ന് എം എം മണി പറയുന്നു. ഏത് വിജയ് സർക്കാരായാലും ഈ തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് എം എം മണിയുടെ വാക്കുകൾ. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിൽ എതിരില്ല, എന്നാൽ പഴയതുപോലെ തന്നെ മാത്രമേ നൽകാൻ കഴിയൂ. നിലവിലുള്ള ഡാമിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം, അല്ലാതെ കൂടുതൽ വെള്ളം കൊടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. കേരളത്തിൽ അത് നടപ്പാകില്ല. വേണമെങ്കിൽ പുതിയ ഡാം ആകാം, അപ്പോഴും വെള്ളം ഇതേ അളവിൽ തന്നെ നമ്മൾ കൊടുക്കൂ. അതിൽ കൂടുതൽ കൊടുത്താൽ ഇടുക്കി ഡാമിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് കേരളത്തെ ബാധിക്കും, വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കും. പറയുമ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ്, എങ്കിലും നമ്മുടെ സുരക്ഷ പ്രധാനമാണ്. ഇതാണ് എം എം മണിയുടെ വാക്കുകൾ. തമിഴ്നാട് പ്രമേയം പാസാക്കി അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഇടുക്കി ഡാം നമ്മുടെ മണ്ണിലാണെന്നും അവിടെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്നും എം എം മണി പറയുന്നു. ഇടുക്കിയിലെ 3 താലൂക്കുകൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കണം എന്ന പ്രചരണത്തിലും അദ്ദേഹം പ്രതികരിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി. വിജയ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനമാണ് കേരളത്തിന് ഇരുട്ടടിയായത്. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നായിരുന്നു ബജറ്റ് പ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ആവർത്തിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പറയുന്ന വിജയിയെ സംബന്ധിച്ച് ഇതൊരു വലിയ പരീക്ഷണമാണ്. മുല്ലപ്പെരിയാറിൽ തൊട്ടാൽ വിജയുടെ കൈ പൊള്ളും എന്ന് തമിഴ്നാട് സർക്കാരിന് ബോധ്യം വന്നു. മറുവശത്ത് കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുമൊക്കെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. തമിഴ് മാധ്യമങ്ങളിലും ഇത് വലിയ വാർത്ത തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.